ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വേൾഡ് കപ്പ് കഴിയുന്നവരെ നമ്മൾ ഫുൾ ഫുട്ബോൾ ആയിരിക്കും. ഓക്കെ, ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ബോൾ. പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നലത്തെ അർജന്റീന ഓസ്ട്രിയ മത്സരത്തിനൊന്ന് അനലൈസ് ചെയ്താലോ. അർജന്റീനയെ പറ്റി പറയണോ അതോ മെസ്സിനെ പറ്റി പറയണോ? മെസ്സിനെ പറ്റി നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം അല്ലേ. ഇന്നലത്തെ അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ അർജന്റീന ഭയങ്കര കളി കളിച്ചു എന്ന് വെച്ചാൽ ഇല്ലാന്ന് നമ്മൾ പറയും. കാരണം അർജന്റീന കളിച്ച കളി ഒരു ഒരു എന്താ പറയുക, ജയിക്കണം എന്നുള്ളൊരു കളിയാണ് അർജന്റീന കളിച്ചിരുന്നത്. ഈ കളി കണ്ട് എല്ലാവർക്കും അറിയാം. ബട്ട് ഭയങ്കരമായിട്ടുള്ളൊരു മാജിക്കൽ ഫുട്ബോളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു എടുത്തു പറയേണ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കളിയിൽ അല്ലേ. മെസ്സി 2 ഗോൾ അടിച്ച് ജയിച്ച്, അതാണ് സംഭവം. അല്ലാണ്ട് വേറെ ഒന്നിലും എടുത്തു പറയാനൊന്നുമില്ല. പിന്നെ മെദീന, ഫക്കുണ്ടോ മെദീന, നമ്മൾ എന്താ പറയുക, കളി കണ്ടവർക്കറിയാം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു പ്ലെയർ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട്. കാരണം നന്നായി കളിച്ചു. മെദീന നന്നായി കളിച്ചൊരു പ്ലെയർ. എന്താ പറയുക, അറ്റാക്കിങ്ങിലാണെങ്കിലും ഈവൻ ഡിഫെൻസിലാണെങ്കിലും ഒരുപോലെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ പ്രസ് ചെയ്ത് അതുപോലെ ഡിഫെൻഡ് ചെയ്ത് കളിച്ചൊരു പ്ലെയറാണ് മെദീന അല്ലേ. മെസ്സിക്ക് അസിസ്റ്റ് കൊടുത്തതും മെദീനയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അർജന്റീനയുടെ സംഭവം. ഇനിയിപ്പോൾ ഓസ്ട്രേലിയനെ പറ്റി പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ നമ്മൾ വിചാരിച്ച് അധികം വലിയൊരു എന്താ പറയുക ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കൂല എന്നൊക്കെ വിചാരിച്ച്. ബട്ട് ഓസ്ട്രേലിയ നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല. കളി കണ്ടവർക്ക് അറിയാം. ഓസ്ട്രേലിയ ഭയങ്കര അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക അർജന്റീനക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ആക്കുന്ന കളി അങ്ങനെയൊന്നുമില്ല. ഒരു നോർമൽ ഫുട്ബോൾ തന്നെയാണ്. ബോൾ ഇങ്ങനെ പിടിച്ച് എന്താ പറയുക കുറേ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരുന്നു. വീണ്ടും അർജന്റീനക്ക് ബോൾ ഇട്ടുണ്ട്, അർജന്റീന തിരിച്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിം അല്ലേ. ഇതിപ്പോൾ അർജന്റീന ഗെയിം ആയ കാരണമാണ് നമുക്ക് എന്തൊക്കെയോ ആയിട്ട് തോന്നുന്നത്. ഒരു നോർമൽ കളി, 2 ടീം അത്രയേ ഉള്ളൂ നമുക്ക് ഇന്നലെ ഫീൽ ചെയ്ത്. പിന്നെ ഓരോ പ്ലേയേഴ്സിനെ അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാനല്ല, ഭയങ്കര ഇമ്പാക്റ്റ് ഒന്നും ആരും ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ഇതിൽ മെസ്സിനെ മാറ്റി നിർത്തിയ പിന്നെ തോന്നിയിട്ടുള്ള ഒരു കളിക്കാരൻ മെദീന മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ മെസ്സിനെ പറ്റി പറയണെങ്കിൽ, എടാ നാളെ 39 വയസ്സാകുമ്പോഴാണ് ചങ്ങായിക്ക്. ഇന്ന് ലോകകപ്പിൽ എംബാപ്പയുടെ കൂടെയും ഹോളണ്ട് അതുപോലത്തെ യങ്സ്റ്റേഴ്സിലൂടെ പിടിച്ചു നിൽക്കുന്നത് തന്നെ അത്ഭുതം. ആലോചിച്ച് നോക്കില്ലേ. ഇപ്പം നമ്മൾ ആദ്യം എന്താ പറയുക, മെസ്സി വേൾഡ് കപ്പ് കളിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നോർമൽ മെസ്സി ഇങ്ങനെ കളിക്കും, എന്താ പറയുക, ചിലപ്പോൾ കുറച്ച് നേരം കളിക്കും, കയറും, ബാക്കിയുള്ള ടീം എന്താ പറയുക ലീഡ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾക്ക് തെറ്റിപ്പോയി. ഇതിപ്പോൾ 2 കളിയിൽ നിന്ന് 5 ഗോൾ അടിച്ച അർജന്റീന, 5ഉം അടിച്ചത് മെസ്സി. ഏതാല്ലേ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് വരിക. ആദ്യത്തെ കളിയിൽ 3 അടിച്ച് എന്താ പറയുക നമ്മളെ ക്ലോസിൻ്റെ കൂടെ ഒപ്പം എത്തി. സെയിം ഇന്നലെ രണ്ടാമത്തെ കളിക്ക് 2 ഗോൾ അടിച്ച് റെക്കോർഡ് വെട്ടിച്ച് 18 ഗോളോട് കൂടി ലോക റെക്കോർഡ് നേടിയിരിക്കണില്ല മെസ്സി. ഇനിയിപ്പോൾ അടുത്ത കളിക്ക് ഒരു അസിസ്റ്റും കൂടി ചെയ്താൽ മോസ്റ്റ് വേൾഡ് കപ്പ് അസിസ്റ്റും അയാളുടെ പേരിലാവും. എന്നാലും നമ്മളങ്ങനെ വിചാരിച്ച്, കാരണം ഒരു ഗോളും ലാസ്റ്റത്തെ ആ ഒരു അസിസ്റ്റ് ആവുമെന്ന് വിചാരിച്ചു. ബട്ട് പടച്ചോൻ അതെങ്ങനെയെങ്കിലും മെസ്സിനെ കൊണ്ട് തന്നെ അടുപ്പിക്കും എന്ന് വിചാരിച്ച് കളിപ്പിച്ച പോലെ അല്ലേ. എങ്ങനെയും അടുപ്പിക്കണം. കാരണം ആദ്യം ജൂനിയർ അൽവാസ് അടിച്ച് തിരിച്ച് വന്ന് മെസ്സി രണ്ടാളെ മടക്കി അടിച്ച് വീണ്ടും മെസ്സിൻ്റെ കാൽമൊക്കെ ഒന്ന് അടിച്ച് ഗോളായി അല്ലേ. അതങ്ങനെയാണ്. പിന്നെ അതുപോലെ പറയാനുള്ള മെസ്സി പെനാൾട്ടി ഗോൾ, മെസ്സി എന്തോ ഒരു ഭയങ്കര പ്രഷറുള്ളൊരു കളി പോലെ ഫീൽ ചെയ്തു. ഫസ്റ്റ് പെനാൾട്ടി അടിച്ചതും പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിച്ചതിന് ശേഷമാണ് മെസ്സി ഒന്ന് ചിരിച്ച് ഒന്ന് കൂളായത്. പിന്നെ ആവും ചിലപ്പോൾ മെസ്സി ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ, ഞാനിപ്പോൾ എന്തിനാ എത്ര പ്രഷർ അടിക്കണം, എന്തിനിപ്പോൾ ആവശ്യമുള്ളത്, എന്തൊക്കെ നിങ്ങളുടെ ഉള്ളത് അല്ലേ. എടാ ഇത്രയും ഒരു സിമ്പിൾ മനുഷ്യൻ എന്നാലും ഇൻ്റർവ്യൂവർ ചോദിക്കാം റെക്കോർഡ് ബ്രേക്ക് ചെയ്തല്ലോ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് അങ്ങനെ എങ്ങനെയാന്നൊക്കെ. ഏതാ മനുഷ്യൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നലത്തെ കളിനെ പറ്റിയുള്ള തോട്ട്സ്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് ഇതല്ല യൂട്യൂബിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ റിക്വസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു ഇത് പ്രകാരം നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യാമല്ലോ, അറിയാലോ. അപ്പോൾ നമ്മൾ കൂടുതലും ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. ബട്ട് ഈ വേൾഡ് കപ്പ് ആയി നമ്മളെ റൊട്ടീൻ മൊത്തത്തിൽ തെറ്റിയിരിക്കുകയാണ്. രാത്രി കളി കാണും, ഉച്ചക്ക് എണീക്കും, ഫുൾ എന്താ പറയുക മൊത്തം മാറിയിരിക്കുകയാണ് നമ്മളത്. സോ നിങ്ങളെന്തായാലും ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.